അത്താഴം കഴിച്ചിട്ട് വിശപ്പ് കൊണ്ട് മാറില്ല. എന്നാൽ പിന്നെ വിശപ്പൊന്ന് മാറ്റാൻ വേണ്ടി എവിടെ പോകുന്നത് ഫർസി ഉണ്ട്. എന്നാൽ പിന്നെ നേരെ ഫർസി പോയി. ഫർസിയിൽ പല ബ്രാഞ്ചുകളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ കോതമംഗലത്തെ ഔട്ട്ലെറ്റിൽ ഇതുവരെ വന്നിട്ടുണ്ടായില്ല. ഇവിടുത്തെ ഡൈനിങ് എൻ്റെ പൊന്നി ഒന്നും പറയാനില്ല. എവിടെ നോക്കിയാലും സ്പൈസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ ഒരു വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഇവിടെയും ഡൈനിങ്, എവിടെ നോക്കിയാലും ഡൈനിങ്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളൊരു അൽഫാം മന്തിയും അതുപോലെ കുബൂസും അൽഫാമും ഓർഡർ ചെയ്തത്. സാധാരണ ഫർസിയുടെ എല്ലാ ഔട്ട്ലെറ്റും നല്ല തിരക്കായിരിക്കും, പക്ഷെ ഇന്ന് ഞാൻ വന്നപ്പോൾ തിരക്കുറവ്. അങ്ങനെ ഇരിക്കും ഇതേ ഒരു സാധനം നമ്മുടെ സ്റ്റാർട്ടപ്പായിട്ട് നമ്മുടെ സാലഡും മയോണൈസും അതുപോലെ തന്നെ സ്പെഷ്യൽ ഒരു സാധനം ഒച്ചപാടെ കൈയിട്ട് വാല് തുടങ്ങി. നമ്മൾ നോക്കിയില്ല, നമ്മൾ എടുത്തിട്ട് ചെറിയ നല്ലൊരു പീസ് നോക്കി. സംഗതി കൊള്ളാം, നല്ല എരിവുണ്ട്, അതുപോലെ തന്നെ നല്ല ഉപ്പും മുളകും എല്ലാം നല്ല അടിപൊളി സാധനം. നമുക്ക് മന്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനം തന്നെ. അങ്ങനെ ഇരിക്കും ദേ വന്നു നമ്മൾ ഓർഡർ ചെയ്ത അൽഫാം മന്തിയും അൽഫാമും കുബൂസും. ഇതിന്റെ സ്മെല്ല് അടിച്ചോട് കൂടി എല്ലാവരും എടുക്കാൻ തുടങ്ങി. അവർ എടുക്കല്ലേ പൊന്നാശാപര്, ഞാൻ വീഡിയോ എടുത്തിട്ട് പറഞ്ഞ കയ്യും കാര്യം പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഈ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ ആരാളും ചാടി വീഴും. അങ്ങനെ നമ്മൾ കൊടുത്ത് നല്ല പീസ് നോക്കി. നല്ലതെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് വെച്ചാൽ ആ പീസ് മൊത്തം ഞാൻ തന്നെ എടുത്തിട്ടാ. ടേസ്റ്റ് നോക്കണമല്ലോ ഏത്, അതിന് വേണ്ടി മാത്രമായിട്ടാ. പിന്നെ അടുത്ത കെട്ടെന്ന് പറഞ്ഞാൽ ഇവനകത്താകലാണ്. നമ്മുടെ പ്ലേറ്റിലേക്ക് ഇച്ചിരി മയോണൈസ് അങ്ങോട്ട് ഒഴിച്ച് അതിൻ്റെ കൂടെ ആ ചിക്കൻ്റെ ഒരു പീസ്, ആ ഒരു പീസ് ഉള്ളി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചാണ്ടല്ല എൻ്റെ പൊന്നു മക്കളെ. അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ കണ്ടാൽ മതി ആ ടേസ്റ്റിൻ്റെ അത്ര പവർ. സാധാരണ നമ്മൾ മന്തി കഴിച്ച് കഴിഞ്ഞ് പെപ്സി അല്ലെങ്കിൽ സവണപ്പം പറയാറ്. ഈ തവണ നമ്മൾ മാറ്റി പിടിച്ചു. നമ്മൾ 2 ഷേക്കല്ല, ഒരു മാംഗോ ജ്യൂസും ഒരു ഫ്രഷ് ലൈമും പറയും. നിങ്ങൾ കോതമംഗലത്ത് പോകണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്ട്ടോ. കോതമംഗലം അടിവാട് റൂട്ട് റിയൽ ബേക്കറി ഫുഡ് കോർട്ട് നേരെ ഓപ്പോസിറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.